കൊച്ചിയിലെ പെരുമ്പാവൂരിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു അത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ചമ്മൽ ഒഴിവാക്കാനുള്ള പരിശീലനം എന്നാണ് ജീവനക്കാരോട് അധികൃതർ പറഞ്ഞത്. ഇന്ന് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തി. ജീവനക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തി. കണ്ടെത്തിയ ക്രമക്കേടുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വെള്ളിയാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുമാണ് ലേബർ ഓഫീസർ വ്യക്തമാക്കുന്നത്. സ്ഥാപനത്തിലെ ജോലിക്കാരോട് കാണിക്കുന്ന ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരെ നായ്ക്കളെ പോലെ കഴുത്തിൽ ബെൽറ്റിടിച്ച് മുട്ടിലിഴയിപ്പിച്ചതിന്റെ വീഡിയോയാണ് പ്രചരിക്കുന്നത്. ഇതിനൊപ്പം പാത്രത്തിലെ വെള്ളത്തിൽ നിന്ന് നാണയം നക്കിയെടുക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ചമ്മൽ ഒഴിവാക്കാനുള്ള പരിശീലനം എന്ന രീതിയിലായിരുന്നു ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഉത്തരവിട്ടു. പിന്നാലെ പെരുമ്പാവൂരിലെ സ്ഥാപനത്തിലെത്തി പരിശോധന. സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവരുടെ മാത്രം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ സ്ഥാപനത്തെ അനുകൂലിച്ചുകൊണ്ട് റിപ്പോർട്ട് വരുന്നത്. പിന്നീട് പ്രാഥമിക റിപ്പോർട്ടായിരുന്നു അതെന്നും അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും തൊഴിൽ വകുപ്പ്. പിന്നീട് ഇന്ന് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന. മണിക്കൂറുകൾ നീണ്ട പരിശോധന. കണ്ടെത്തിയ ക്രമക്കേടിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും പലരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് എന്നും അന്തിമ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്നും ലേബർ ഓഫീസർ. ഇന്നുണ്ടായിരുന്ന ആൾക്കാരുടെ പ്രസന്റ് ആൾക്കാർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയ വയലേഷൻസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടൈമും ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച റെക്കോർഡ്സ് ആരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്ന് ലേബർ കമ്മീഷർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കൊടുക്കും. നമ്മളത് വർക്കേഴ്സ് കണ്ടവരെ കിട്ടിയ മൊഴി അനുസരിച്ചാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അവർ രണ്ടും ആയിരായിരുന്നു. മൊഴി അനുസരിച്ച് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുരുഷ ജീവനക്കാർക്ക് പുറമെ സ്ത്രീ ജീവനക്കാരെയും മുട്ടിലിഴയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി രേഖാമൂലം നൽകിയ പരാതിയിൽ മനാഫിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങൾ സത്യമാണ് എങ്കിൽ, പിന്നിൽ യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ഇനിയും ഇരയായവർ എത്ര പേർ? ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആഴത്തിലുള്ള അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. പെരുമ്പാവൂരിലെ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. തൊഴിൽ വകുപ്പിന്റെ നേരിട്ടുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന മനുഷ്യന്റെ അന്തസ്സിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന, പീഡനങ്ങൾ നടന്ന ആ പ്രദേശത്ത്, ആ സ്ഥാപനത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, യഥാർത്ഥത്തിൽ ചമ്മൽ മാറ്റാൻ എന്ന് തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് ഇത് നടത്തിയത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിവരങ്ങൾ വരാനുണ്ട്. നമ്മളുടെ പല ആളുകളും കേരളത്തിന് പുറത്തുപോയി പല ജോലികളും ചെയ്യുന്നവരാണ്. അവരിൽ പല ആൾക്കാർക്കും ഇങ്ങനെ അനധികൃതമായ കുടിയേറ്റത്തിൻ്റെ ഒക്കെ ഭാഗമായി പലതരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നായിട്ടുള്ള വിവരങ്ങൾ നമ്മളിതിന് മുൻപ് കണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം മണ്ണിൽ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കർശനമായ പരിശോധനയും അതിശക്തമായ നടപടികളും ആവശ്യമാണെന്ന കാര്യത്തിൽ ആരും തന്നെ വിയോജിക്കാൻ സാധ്യതയില്ല.